നമസ്കാരം. ഞാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അധികം പേര് ഒരു അടിസ്ഥാന വർഗത്തിലെ ഒരു മധ്യവർഗ പ്രതിനിധികളാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു മാസം കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിതം കൂട്ടിമുട്ടിക്കാനായിട്ട് നടക്കുന്ന ആളുകൾ. അപ്പോൾ നമ്മളെപ്പോലുള്ള വ്യക്തികൾ പലപ്പോഴും മാസാവസാനമാകുമ്പോൾ കടമൊക്കെ വാങ്ങിച്ച് നമ്മുടെ കുടുംബമൊക്കെ പോറ്റാനായിട്ട് ഒരു കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലുള്ള ആളുകളാണ് വളരെ കൂടുതൽ. അപ്പോൾ നമ്മളെപ്പോലുള്ള ആളുകൾ ഈ ഗവൺമെൻറ്റിൻ്റെ സബ്സിഡിയും അതുപോലുള്ള അനുബന്ധ കാര്യങ്ങളും ഒക്കെയാണ് കൂടുതൽ നമ്മൾ സ്വീകരിക്കുന്നത്. പക്ഷെ അതിനനുബന്ധമായി പല വില വർധനവുകളും വൈദ്യുത ചാർജ്, വെള്ളക്കരം എന്നിവയെല്ലാം നമ്മളെ നല്ലപോലെ ബാധിക്കുന്നില്ല. അപ്പോൾ നമ്മളെല്ലാം ഇതൊന്നും മിണ്ടാതെ നമ്മളെല്ലാം കേട്ട് അവരെ വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിക്കുകയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. പക്ഷേ ഇതിനനുബന്ധമായി ഗവൺമെൻറ്, സർക്കാർ ജീവനക്കാർക്ക് ഈ സാമ്പത്തിക പ്രശ്നമൊന്നും അവരെ ബാധകമാക്കില്ല. കാരണം അത് അവർക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് അതിൻ്റേതായുള്ള ഇൻക്രിമെൻറ്റുകൾ വർഷാവർഷമൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മളെപ്പോലുള്ള ഒരു അടിസ്ഥാന വർഗത്തിന് നമുക്ക് ജോലി ചെയ്താൽ മാത്രമേ വരുമാനം ലഭിക്കുകയുള്ളൂ. ജോലി ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് വരുമാനം ലഭിക്കുകയില്ല. നമ്മളെപ്പോലുള്ള ആളുകളാണ് വളരെ കൂടുതൽ. അപ്പോൾ നമ്മൾ ഈ സാമ്പത്തിക അവസ്ഥ നമ്മുടെ മോശമാണെന്ന് സർക്കാർ ദിനപ്രതി നമ്മളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൽ നിന്നൊന്നും ലഭിക്കുന്നില്ല എന്ന കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ എനിക്കൊരു സംശയം എന്ന് പറയുന്നത്, ഇതുപോലുള്ള ഗവൺമെൻറ് സർക്കാർ, അത് PSC ബോർഡ്സിനൊക്കെ അവർക്ക് തുടർച്ചയായി ശമ്പള വർധന നൽകുന്നു. നമ്മളൊരു സർക്കാർ ചെയ്യേണ്ടത്, ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാന വർഗത്തെ അല്ലേ ആദ്യം പരിഗണിക്കേണ്ടത്. നമ്മുടെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ആദിവാസികളുടെ ക്ഷേമത്തോടൊത്തുള്ള ധനസ്ഥിതിയൊന്നും അവർക്ക് ലഭിക്കുന്നില്ല. ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക ഇനിയും ധാരാളമാണ്. നമ്മൾ ഓർക്കണം, ക്ഷേമ പെൻഷൻ എന്ന് കൊടുക്കാനെന്ന പേരിൽ നമ്മൾ പെട്രോൾ അടിക്കുമ്പോൾ ഒരു സെസ് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് നമ്മളിൽ അടിസ്ഥാന വർഗക്കാർക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ അതുപോലെ പല കാര്യങ്ങളും നമ്മൾ ഈ ഗവൺമെൻറ് ഡിസ്പെൻസറികളിൽ ഒന്നും മരുന്നുകൾ ലഭ്യമല്ല. അങ്ങനെ പല നമുക്ക് ആവശ്യമുള്ള പലയിടത്തും നമുക്ക് ലഭിക്കാൻ അർഹതയുള്ള പല കാര്യങ്ങളും നമ്മൾ ഈ സർക്കാർ കാരണം ബുദ്ധിമുട്ടുകയാണ് നമ്മൾ ജനങ്ങൾ. അതുപോലെ തന്നെ ഈ പല ക്ഷേമ പെൻഷനുകളും ഉണ്ട്, അതെല്ലാം അവർക്ക് ലഭിക്കുന്നില്ല. അതുപോലെ ഡയാലിസിസ് ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന രോഗികൾക്ക് അവരുടെ ചെലവുകൾക്കുള്ള തുക പോലും അവർക്ക് ലഭിക്കുന്നില്ല. പക്ഷേ അതൊന്നും ലഭിച്ചില്ലെങ്കിൽ പോലും ഈ നമ്മുടെ ഈ ശമ്പളക്കാരായ PSC മെമ്പേഴ്സ്, അതുപോലെ തന്നെ MLA, MP എന്നിവർക്ക് എല്ലാവർക്കും അതിന് ഒരു പോലും ബാധിക്കുന്നില്ല. അതിനിടയ്ക്കാണ് നമ്മൾ നീറോ രാജകുമാരനെ പറ്റിയാണ്. റോം കത്തി എറിയുമ്പോൾ ആ നീറോ രാജകുമാർ വീണ വായിക്കുക, അങ്ങനെ എന്തോ ആണ്. ആ റോം കത്തി എറിയുമ്പോൾ നീറോ രാജകുമാർ വീണ, അതുപോലൊരു അവസ്ഥയാണെന്ന് കേരളത്തിൽ നടക്കുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും. കേരളത്തിലെ മുഖ്യമന്ത്രി ഇപ്പോൾ തങ്ങളുടെ ആഘോഷം 5ാമത്തെ വർഷമാണെന്ന് തോന്നുന്നു, അതിൻ്റെ ആഘോഷത്തിനായി 20 കോടിയാണ് അതിലേക്ക് മാറ്റിവെച്ചത്. നമ്മൾ ഈ പറയുന്നത് പോലെ 20 കോടി വളരെ ചെറുതാണെന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ നമ്മൾ ജനങ്ങൾ എല്ലാവരും സാമ്പത്തികമായി ബുദ്ധിമുട്ടുമ്പോൾ ഇത് ഇത്രയും ആഘോഷത്തോടെ നടക്കേണ്ട ആവശ്യകതയുണ്ട്. ഇത് നടത്തുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളെപ്പോലുള്ള വ്യക്തികളെ ബന്ധനസ്ഥരാക്കിയാണ്. നമ്മൾക്കൊരു മുഖ്യമന്ത്രി പോകുന്ന വഴിയിൽ നമുക്ക് സഞ്ചരിക്കാൻ പറ്റില്ല. നമുക്കൊരു കറുത്ത വസ്ത്രം ധരിച്ച് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. നമുക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നമ്മുടെ നഷ്ടപ്പെടുകയാണ്. അവിടെ ഇവർ പറയുന്നത് പല കാര്യങ്ങളാണ്. ഞങ്ങൾ റോഡുകൾ തന്നു, ഇത് തന്നു, അത് തന്നു എന്നൊക്കെ പറഞ്ഞ് വികസനപരമായിട്ട് വിഴിഞ്ഞ തുറമുഖം, അതും ഇത്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട, നമ്മളെപ്പോലുള്ള ഒരു അടിസ്ഥാന വർഗത്തിന് നമുക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? നമ്മൾക്ക് വിലവർധനയുമായി നമുക്ക് ബുദ്ധിമുട്ട് രേഖപ്പെടുത്തുന്നത് അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? നമുക്ക് സഞ്ചാര സ്വാതന്ത്ര്യമായ റോഡുകൾ, എനിക്കുള്ള റോഡുകൾ ഗട്ടർ ഇല്ലാത്ത ഒരു വഴി പോലും കാണാൻ സാധിക്കുന്നില്ല. നമുക്കത് വേറൊരു സ്ഥലത്തെ ചിത്രം കാണിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്ന കാര്യം നമ്മളെ തൃപ്തിപ്പെടുത്തേണ്ട ഒരു ആവശ്യം എനിക്ക് തോന്നുന്നില്ല. അത് നമ്മൾ ചിന്തിക്കണം, നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ വേണം. അതാണ് നമ്മൾ ഇനി ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ പ്രതിപക്ഷം ഇത്രയും ഒരു ദൂർത്ത് നടക്കുന്നുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു
ഒരു ഒരു പ്രതിഷേധം പോലുമില്ല. നമ്മളത് എക്സ്പെക്റ്റ് ചെയ്യാണ്. ഈ പ്രതിപക്ഷം എന്ന് പറയുന്ന ഈ കോൺഗ്രസ് ആളുകൾ അവർ വിചാരിക്കുന്നത് ഈ സർക്കാരിൻ്റെ ദുർനയം മൂലം അവർക്കുള്ള വോട്ട് വെറുതെ അവരുടെ കയ്യിലേക്ക് വരുന്നുണ്ട്. ഇവരൊരു തുക്കും ചെയ്യുന്നില്ല. ഇതിൻ്റെ പേരിൽ പ്രതിപക്ഷത്തിന് ഒരു വോട്ടും കിട്ടാതിരുന്നാൽ നമുക്ക് പെടാനില്ല. ഇനി പിണറായി വിജയൻ തന്നെ ഗവൺമെൻറ് രൂപീകരിച്ചാൽ അതും നമുക്ക് അത്ഭുതപ്പെടാനില്ല. കാരണം ഇവിടുത്തെ പ്രതിപക്ഷം വളരെ മോശമാണ് എന്ന് പറയുന്നതിൽ ഒരു ചളിപ്പും വിചാരിക്കേണ്ട ആവശ്യമില്ല. അത്രയും മോശമാണ്. നമ്മുടെ വാദം പറയാനാണ് പ്രതിപക്ഷം എന്നുള്ള ഒരു പക്ഷം ഉള്ളത്. പക്ഷെ ആ പ്രതിപക്ഷം പലപ്പോഴും ഒളിച്ചോട്ടമാണ് ചെയ്യുന്നത്. അവരവരുടെ കാര്യങ്ങളിൽ നിന്ന് ഒളിച്ചിട്ട് അടുത്തടുത്ത കാര്യങ്ങളിലേക്ക് പോകുന്നു. ഒരു കാര്യം പോലും ഒരു കംപ്ലീറ്റ് ചെയ്ത് പോകുന്ന പ്രതിപക്ഷമല്ല ഇവിടെ. നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് പ്രതിപക്ഷം മോശമാണെങ്കിൽ അത് അനുഭവിക്കേണ്ടി വരുന്നത് നമ്മൾ ജനങ്ങളാണ്. ഭരണകൂട ഭീകരത അത് ആവർത്തിച്ചു കൊണ്ട് തന്നെയിരിക്കും. നമ്മുടെ ജനങ്ങൾ അടിച്ചമർത്തിക്കൊണ്ടേയിരിക്കും. അവർ നമ്മുടെ മേൽ അധികാരങ്ങളുടെ പരിധി സീമകളും ലംഘിക്കും. അവർ നമ്മളെ കടക്കാരനാക്കും. നമ്മൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാക്കും. നമ്മൾ ചിന്തിക്കേണ്ടത് പല കാര്യങ്ങളാണ്. അതൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് വോട്ട് ചെയ്യുക. എന്നോട് വോട്ട് ചെയ്യുക. ഭരണപക്ഷവും പ്രതിപക്ഷവും ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ എനിക്ക് അതിനുള്ള കൃത്യമായ മറുപടിയുണ്ട്. ഒന്നെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു പുതിയ പാർട്ടി ആവിർഭാവം ചെയ്യും. AAP ആണോ മറ്റേതാണോ ഏത് പാർട്ടി ആണെങ്കിൽ പോലും അവർക്കൊരു ചാൻസ് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പം അത് ഇല്ലെങ്കിൽ ഞാൻ നോട്ടയ്ക്ക് വോട്ട് ചെയ്യും. നോട്ടയ്ക്ക് വോട്ട് ചെയ്യണത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഇവരാരും വന്നിട്ട് എൻ്റെ ഒരു പ്രശ്നം പരിഹരിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ലാത്ത ഒരു അവസ്ഥയായതുകൊണ്ട്. നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. ചിലവർ കോൺഗ്രസ് ആയാലും CPM ആയാലും BJPക്ക് ആയാലും അവർ ആ ചിഹ്നത്തിന് മാത്രമേ വോട്ട് ചെയ്യൂ. അവരെന്ത് ചെറ്റത്തരം ചെയ്താലും അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് മാർഗമില്ല. പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ല എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയാണ് അവരോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വോട്ടോടെയാണ് പ്രതികരിക്കേണ്ടത്. അത് നിങ്ങൾ നല്ല പോലെ ആലോചിച്ച് വോട്ട് ചെയ്യുക. ഇപ്പോഴത്തെ ഈ ഭരണകൂടത്തിൻ്റെ പല കാര്യങ്ങൾ PR വർക്ക് മാത്രമാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ആഴ്ചയിൽ വരുന്നുണ്ടല്ലോ പല കാര്യങ്ങൾ. ഇപ്പോൾ പറയുന്ന മയക്കുമരുന്ന് ലഹരി മാഫിയയുടെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതുപോലും PR വർക്കാണ്. അത് തിരിച്ചറിയാനുള്ള ബോധം നിങ്ങൾ ജനങ്ങൾക്ക് ഉണ്ടാകണം. അതുണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ നാട് പുരോഗതിയിലേക്ക് കൈവരിക്കാൻ നമുക്കൊരു നല്ല നേതാവിനെ തിരഞ്ഞെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ബൈ.